ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. ഈ ഒരു സാമ്പാറിലേക്ക് പരിപ്പ് ചേർക്കുന്നില്ല, തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, മാത്രമല്ല വെജിറ്റബിൾസും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സവാള കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വലിയ പച്ചമുളകാണ്, ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി, നല്ല പുളിയോട് കൂടിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ സാമ്പാർ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് മാറിയതിന് ശേഷം തുറന്ന് നോക്കുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കായം ചേർത്ത് കൊടുക്കാം. കായം കൂടുതൽ വേണ്ട, 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ വീണ്ടും സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 10-12 ചുവന്നുള്ളിയൊക്കെ ചേർക്കാം. ഈ ഒരു സാമ്പാറിലേക്ക് പറഞ്ഞല്ലോ, വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. ക്യാരറ്റോ വെണ്ടയ്ക്കയോ മുരിങ്ങയ്ക്കയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചുവന്നുള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. കുക്കറിൽ വേവിച്ചതൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ടേസ്റ്റ് നോക്കാം, പുളി ആവശ്യമാണോ എന്ന് നോക്കാം. തക്കാളിയുടെ പുളി പോലെ ഇരിക്കും ഇനി പുളി ചേർക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ പുളി കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നല്ല പുളിയൊക്കെ ആണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ സാമ്പാർ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം വെള്ളം ചേർത്താൽ മതിയാവും. നിർബന്ധമായിട്ടും വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് മെൽറ്റായി വരട്ടെ. സാമ്പാർ ഇവിടെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പരിപ്പ് ചേർത്തില്ല, തേങ്ങ ചേർത്തില്ല. അപ്പോൾ പിന്നെ സാമ്പാർ നല്ല ലൂസായിരിക്കില്ലേ. അപ്പോൾ സാമ്പാർ ഒന്ന് തിക്കാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കടലമാവിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് കലക്കിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടലമാവ് ഒഴിച്ചുവിടാൻ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സാമ്പാറിലേക്ക് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കടലമാവ് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. നല്ലൊരു കുറുകിയ പാകത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അപ്പം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ നല്ല കുറുകിയ പാകത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാനാണ് കൂടുതൽ ബെസ്റ്റ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. ഹോട്ടൽ ടേസ്റ്റിലുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.